ഹലോ ഗൈസ്, ലക്കി ഫാമിലി 2.0യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീഡിയോ ചേട്ടൻ ഇന്ന് തിരിച്ച് ജോലി സ്ഥലത്തോട്ട് പോവാണ്. അപ്പം രാവിലെ തന്നെ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്ന്. സാധാരണ രാവിലെയാണ് ചേട്ടൻ പോണത്, പക്ഷെ ഇപ്രാവശ്യം വൈകിട്ട് രാത്രിയല്ലേ ഫ്ലൈറ്റ്, രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം വൈകുന്നേരം പോവും. ലക്കി കുട്ടനൊക്കെ കിടന്ന് ഉറക്കം, ചോറൊക്കെ കഴിച്ചിട്ട്. ചേട്ടനാണെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ ഇത്രയും സമയമാകുമ്പോൾ പോകണമല്ലോ എന്നുള്ള ടെൻഷൻ. അപ്പം അങ്ങനെ പിന്നെ ചേട്ടൻ ഇപ്രാവശ്യം വന്നപ്പം ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നല്ലേ. കിച്ചുവിൻ്റെ എൻഗേജ്മെൻ്റാണ് ഫസ്റ്റ് എടുത്ത് പറയേണ്ടത്. ഒട്ടും പ്ലാനിഡ് അല്ലാണ്ട് നടത്തിയൊരു കാര്യം. പിന്നെ വളകാപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത പോലെ. 45 ദിവസത്തെ ലീവ് ഉണ്ടായത്, അപ്പോൾ 45 ദിവസം പൂർത്തിയായി. ഇന്ന് തിരിച്ച് പോകണം. നാളെ റിപ്പോർട്ടാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇന്ന് രാത്രി ചേട്ടൻ തിരിച്ചേ. അപ്പോൾ നാളെ രാവിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായി തിരിച്ചു പോകാനുള്ള തോന്നുന്നില്ല. 45 ദിവസം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കാണാം. ലക്കി കൂട്ടാൻ പുറകെ നടക്കണ വീഡിയോ ഒക്കെ ഉണ്ട്. കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും ഒരുപാടൊന്നും ഇല്ല, സാധനങ്ങളൊന്നും പ്രാവശ്യം ഒരുപാട് കൊണ്ടുപോകില്ല. കാരണം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ തിരിച്ച് വരും. എൻ്റെ ഡെലിവറി ടൈമൊക്കെ ആകുമ്പോഴത്തേനും വരൂലേ? 2 മാസം. 2 മാസം കഴിയുമ്പോൾ വരും. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ആ വീഡിയോ കുഞ്ഞു വീഡിയോ ആണൊന്ന് കണ്ടിട്ടോ. ഇപ്രാവശ്യം മീനച്ചാർ മാത്രമാണ് ചേട്ടൻ കൊണ്ടുപോകണത്, വേറെ അച്ചാറൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമല്ലോ. പിന്നെ ചൂര മീൻ നമ്മൾ അച്ചാർ എല്ലാ പ്രാവശ്യവും അമ്മ ഇടും. അങ്ങനെ ഇപ്രാവശ്യം ചൂര അച്ചാറാണ് കൊടുത്തുവിട്ടത്, ചൂരമീൻ അച്ചാറാണ് കൊടുത്തുവിട്ടത്. പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കായിരുന്നു, ബാഗിനകത്തുള്ളിലൊക്കെ ആക്കി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലക്കിക്കുട്ടനാണെങ്കിൽ മുട്ടായിയൊക്കെ കൊണ്ടുപോയി പൊട്ടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ റൂം ഇത്തിരി അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. കുറച്ച് നാളായി മുകളിലോട്ടൊക്കെ കയറിയൊന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് ഇനി ഒന്ന് നീറ്റാക്കി വെക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ ഹെയറൊക്കെ കട്ട് ചെയ്ത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മുടി വളർത്തി കൊണ്ട് പോകാമോ എന്ന്. ഒരിക്കലും മുടി വളർത്തി കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് പോകാൻ നേരത്ത് ചേട്ടൻ മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ലക്കിക്കുട്ടനെ ട്രിപ്പ് കൊണ്ടുപോയിരുന്നു. ജസ്റ്റ് എല്ലാ പ്രാവശ്യം ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ ലക്കിയെ കൊണ്ടൊന്ന് പുറത്ത് പോകുന്നതിൻ്റെ അന്ന് ഇപ്രാവശ്യം റോഡിലൊരു കറക്കമൊക്കെ കറങ്ങിയിട്ട് വന്നു. പ്ലെയിനിൽ പോകണമെന്ന് പറഞ്ഞു നേരത്തെ ചേട്ടൻ, അതുകൊണ്ടാണ് ചേട്ടനെ വിട്ട് മാറാതെ നിൽക്കണേ. ദേ വരുന്നു, ചുമ്മാ റോഡിലോട്ട് ഇങ്ങനെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ടാറ്റാ. ലക്കി വരണില്ലേ വീട്ടില്? ലക്കി ലക്കി വരണില്ലേ വീട്ടില്?
പ്ലെയിനിൽ പോവാണ്. എവിടെ പോണേ? മുത്തേ കൊച്ചു വിടൂല നിന്റെ ഉമ്മയും വേണ്ട ഒന്നും വേണ്ട. എനിക്ക് കാലത്തിന് പോ, കാലത്തിന് പോ, ഇങ്ങനെ വിടൂല. ഓടി 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 ഓടി. ബൈക്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം. ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അടുത്ത ദിവസമാണ്. അപ്പം ചേട്ടൻ തിരിച്ചു പോയി, അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പം വേറെ ഒന്നുമില്ല, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ ഡെലിവറി സമയമൊക്കെ ആകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞു. ചിലപ്പം ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കാം വരണത്. ചേട്ടൻ പോയി കഴിഞ്ഞാൽ മാത്രമേ ചേട്ടൻ്റെ കൂടെയുള്ള വേറെ ആൾക്കാർക്ക് ലീവിന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ പോയിട്ട് വന്നാലേ ചേട്ടന് ലീവ് കിട്ടുള്ളൂ എന്നും പറഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.